ഇന്ന് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചെറിയൊരു ആഗ്രഹം, പിന്നെ ആഗ്രഹങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കാൻ പാടില്ലല്ലോ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, എന്തോ ആഗ്രഹം എന്ന് പറഞ്ഞില്ലല്ലോ, ഫ്രൈഡ് റൈസ് കഴിക്കണമെന്നൊരാഗ്രഹം. അപ്പം വീട്ടിലെല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു, അരി ഒഴിച്ച് ബാക്കിയില്ല. അപ്പം എന്നെല്ലാം ദേ നെയ്ക്കകത്ത് വാട്ടിയൊക്കെ കോരിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പുറത്തെ അടുപ്പിലിരുന്ന് ചോറും ആവുന്നുണ്ട്. ചോറെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഇപ്പത്തിരുന്ന് നമ്മുടെ ചിക്കൻ കറി ആവുന്നുണ്ട്. അപ്പം ഇനി ഏത് അരിയാണ് എടുത്തതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മുടെ റേഷൻ കടയിൽ നല്ല പച്ചരി എടുത്തിട്ടുള്ള നമ്മൾ സാധാ ഇങ്ങനെ ഫ്രൈഡ് റൈസിന് വെക്കുന്ന അതേപോലെ തന്നെ അരമണിക്കൂർ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് ഒക്കെ ഉണ്ടാക്കിയ നമ്മുടെ സാധാ ഫ്രൈഡ് റൈസിനൊക്കെ ടേസ്റ്റ് ഉണ്ട്. കറക്റ്റ് നമ്മുടെ ജീരകശാല അരി പോലെയൊക്കെ ഇരുന്നു കേട്ടോ. ഒരരി ഒന്നി തൊടാതെ തന്നെ ഇരുന്നത്. ഇത് ചിക്കൻ കറി ആയിട്ടുണ്ട് നോക്കി, നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നല്ല ശബ്ദമുണ്ട്, കാരണം ഞാൻ എൻ്റെ വീട്ടിലെ ഇവിടെ എല്ലാവരും ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ, ഞാൻ വന്ന സന്തോഷം കൊണ്ടായിരിക്കാം. സാലഡും പപ്പടവും ഒന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല, കാരണം വിശപ്പ് എന്നെ മാടി മാടി വിളിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ പാത്രത്തിലൊക്കെ എടുത്ത് എല്ലാം കൂടി കൂട്ടിക്കുഴച്ചതേ കഴിക്കുവാണ്. സംഭവം ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. സ്വയമേ ഞാൻ തന്നെ ഉണ്ടാക്കി സ്വയമേ ഞാൻ തന്നെ പുകഴ്ത്തുമല്ല, സംഭവം നല്ലതായിരുന്നു. ഞാൻ കള്ളമല്ല പറയുന്നത്, നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചേച്ചാ.